ഹായ്. ഇന്നേ 30 മിനിറ്റിനുള്ളിൽ നമുക്ക് സേമിയ പായസം തയ്യാറാക്കിയാലോ? എളുപ്പം തയ്യാറാക്കാവുന്ന വിധത്തിലാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അതിനായിട്ട് ഞാൻ കുക്കർ അടുപ്പേ വെച്ചിട്ടുണ്ട്. സേമിയ വറുക്കാൻ ആവശ്യമായ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാവേ. നന്നായിട്ട് വറുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയേ. ആ സേമിയ എടുത്ത അതേ അളവിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒറ്റ വിസിൽ വന്നാൽ മതിയേ. അത് നമുക്ക് അപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ചിട്ട് വിസിൽ വരുന്നോടം വരെ നമുക്ക് അപ്പുറത്തെ അടുപ്പേ വയ്ക്കാം. എന്നിട്ട് പാല്, അതിനാവശ്യമായ പാല് തിളപ്പിക്കാൻ വെക്കാവേ. പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു വിസിലടിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ എയറൊന്ന് പോയിട്ട് വരട്ടെ. എയറെല്ലാം പോയിട്ടുണ്ട്. കണ്ടോ, കറക്റ്റ് വേവാ കേട്ടോ. കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ 1.5 ലിറ്റർ പാലാണ് എടുത്തേക്കുന്നതേ. നിങ്ങൾക്ക് അതിൽ കൂടുതൽ പാൽ വേണമെങ്കിൽ കൂടുതൽ ഇനി ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഏലക്കായും കൂടെ ചേർത്ത് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാവേ. ഒന്ന് തിളച്ച് വരട്ടെ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു 20 കാഷ്യൂനട്ട് ഞാൻ എടുത്തിട്ടുണ്ടേ. നമുക്ക് ഇത് പൊടിച്ചെടുത്തോണ്ട് വരാം. ആദ്യം ഒന്ന് പൊടിക്കണം. അതിന് നന്നായിട്ട് ആ ഷുഗറും കൂടി ഉള്ളതുകൊണ്ട് നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ടേ. അല്ലെങ്കിൽ അത് ഇങ്ങനെ പൊടിഞ്ഞ് വരില്ല കേട്ടോ. ഷുഗർ ഉള്ളതുകൊണ്ട് അങ്ങനെ പൊടിഞ്ഞ് കിട്ടിയേക്കുന്നത് കേട്ടോ. അങ്ങനെ പൊടിയാത്തപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുത്താൽ മതി. ആദ്യം പൊടിക്കണം, അത് കഴിഞ്ഞ് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് പേസ്റ്റ് പോലെ അരച്ചെടുത്താൽ മതി. നന്നായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാവേ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ആക്കുമ്പോൾ. മുപ്പത് മിനിറ്റിനുള്ളിൽ നമുക്ക് പായസം റെഡിയാക്കി എടുക്കാൻ പറ്റും ഇങ്ങനെ തയ്യാറാക്കുവാണെങ്കിൽ കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടി ഇട്ട് വാങ്ങാം. തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. നമുക്കിതിന് ആവശ്യമായ കാഷ്യൂനട്ട് വറുത്തിട്ട് കൊടുക്കാവേ. കാഷ്യൂനട്ടും മുന്തിരി വേണ്ടവർ മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കാഷ്യൂനട്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ. ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യൊന്ന് ചൂടാവട്ടെ. നമ്മൾ കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാവേ. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പായസത്തിലോട്ട് ഒഴിച്ച് സെർവ് ചെയ്യാം കേട്ടോ. അങ്ങനെ 30 മിനിറ്റിനുള്ളിൽ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. എളുപ്പമല്ലേ? ഒരുപാട് നേരം വെയിറ്റ് ചെയ്യുകയൊന്നും വേണ്ട. ഗ്യാസ് ലാഭം. എല്ലാം നല്ല പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. സ്വല്പം ഒരു ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പേ. അതൊന്ന് മധുരമൊക്കെ ആയിട്ടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്